അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: മിനി 5000 രൂപ 20% നിരക്കിൽ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു വർഷം കഴിഞ്ഞാൽ എത്ര രൂപ തിരികെ ലഭിക്കും? അപ്പോൾ നിക്ഷേപിച്ച തുക എത്രയാണ്? 5000 രൂപ. എത്രയാണ് പലിശ നിരക്ക്? 20%. അപ്പോൾ പലിശ നമ്മൾ പറയുക എത്രയാണ്? ഒരു വർഷത്തേക്കാണ് പറയുക. പക്ഷെ ഈ ബാങ്ക് എന്ത് ബാങ്കാണ്? അർദ്ധവാർഷികമായിട്ട് പലിശ കണക്കാക്കുന്നു. അപ്പോൾ അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 2 തവണ. അപ്പോൾ 20% എന്നുള്ളത് ഒരു വർഷത്തിൽ ആദ്യത്തെ പകുതിയിൽ 10ഉം അടുത്ത പകുതിയിൽ 10ഉമായിട്ടാണ് ഈ ബാങ്ക് കൊടുക്കുന്നത്. ഓക്കെ. ഇനി ആ ബാങ്ക് സാധാരണ പലിശയല്ല, കൂട്ടുപലിശയാണ് കൊടുക്കുന്നത്. അതായത് ഒരു തുക ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ ആ തുകയിലേക്ക് എന്ത് കൂടും? അതിന്റെ പലിശ കൂടും. ഇതാണ് പുതിയ തുക. ഇനി അടുത്ത 6 മാസം ഈ തുക അവിടെ ഉണ്ടാവും. പ്ലസ് അതിന്മേൽ എത്രയെങ്കിലും പലിശ കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ കൂടും. സാധാരണ ആണെങ്കിൽ നമ്മുടെ തുക ഉണ്ടാവും, പിന്നെ ഒരു വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും, പിന്നെ 6 മാസം കൂടുമ്പോൾ പ്ലസ് ഒരു ഇൻട്രസ്റ്റ് കൂടെ വരും. അങ്ങനെ ഇൻട്രസ്റ്റ് ആണ് കൂടി കൂടി വരിക സാധാരണ പലിശയിൽ. പക്ഷെ കൂട്ടുപലിശ ആവുന്ന സമയത്ത് ആ തുക ഇങ്ങനെ മാറി വരും. പലിശ തുകയിലേക്ക് ഇങ്ങനെ കൂടിക്കൂടി തുക ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ്? 5000 രൂപയാണ്. 6 മാസം കഴിഞ്ഞാൽ എത്ര കൂടും പലിശ? 10% പലിശ കിട്ടും. അപ്പൊ 5000ന്റെ 10% എത്രയാണ്? 5000 ഇൻറ്റു 10/100. 2 പൂജ്യം വെട്ടി 2 പൂജ്യം വെട്ടി 50 ഇൻറ്റു 10 500. അപ്പൊ 6 മാസം കഴിയുമ്പോൾ എത്രയായി തുക? ഓൾറെഡി ഉള്ള 5000 പ്ലസ് ഈ കിട്ടിയ 500. 5500 ആണ് ഇപ്പൊ പുതിയ തുക. ഇനി അടുത്തൊരു 6 മാസം കൂടെ കഴിഞ്ഞു. അടുത്ത 6 മാസം കൂടെ കഴിയുമ്പോൾ തുക എത്രയാണ്? 5500 ആണ്. അതിന്റെ കൂടെ എന്തുകൂടെ കിട്ടും? 10% പലിശ കൂടെ കിട്ടും. 5000ന്റെ അല്ല, 5500ന്റെ ആണ് ഇനി പലിശ കാണുന്നത്. അപ്പൊ 5500ന്റെ 10%, 0 വെട്ടി 0 വെട്ടി 55 ഇൻറ്റു 10 550. അപ്പൊ പ്ലസ് 550 കൂടെ കിട്ടും. 6 മാസം കഴിയുമ്പോൾ 5000ന്റെ കൂടെ ഒരു 500 കൂടി 5500 ആയി. അടുത്ത 6 മാസം കൂടെ കഴിയുമ്പോൾ 5500ന്റെ കൂടെ ഒരു 550 കൂടെ കൂടി. അപ്പൊ ടോട്ടൽ എത്രയായി? 5500 പ്ലസ് 550 6050. അപ്പൊ ഇതാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം.